നമ്മളങ്ങനെ ആനക്കോട്ടപ്പാറയും മുനിയറയും കൂടെ കണ്ടിട്ട് വേണം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ട് നിങ്ങളും വരികയല്ലേ. പിന്നെ റോട്ടിൽ നിന്ന് നോക്കുമ്പം പിന്നെയും ഉണ്ട് കേട്ടോ കാട്ടാനകളും, പിന്നെ വേഴാമ്പൽ, പിന്നെ എന്തിനു പറയാം നമ്മുടെ പുലി, പിന്നെ കുരങ്ങന്മാർ, പിന്നെ മാന്, പിന്നെ എന്താണെന്നറിയില്ല അതൊരു ചെമ്പും അടുപ്പുമാണ്, ഒരു ചട്ടകമുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറേ മുനിയറകൾ, പിന്നെ നമ്മുടെ കരടി, നമ്മുടെ ദാസപ്പൻ ഇരിപ്പുണ്ട് കേട്ടോ, പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതുണ്ടോ തേനീച്ച, ഹണി, പിന്നെ ഇതൊരു മാൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ അതല്ല ഇവിടെ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ പറ്റിയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതുണ്ടോ, ഒരു കാട്ടുപോത്തിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഏറുമാളം, പിന്നെ ഒരു മുനിയറകൾ എല്ലാം ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു 20 രൂപ പാസേ ഉള്ളൂ. സാധനം കയറി നമുക്ക് കാണാനുള്ള ഒത്തിരി ഉണ്ട് കേട്ടോ. മുനിയറകളും അതുപോലെ ഇവിടെ നിന്ന് ഈ ആനപ്പാറയുടെ ഒരു കാഴ്ചയും. മുനിയറയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതേമാതിരി ആയിരിക്കും നമ്മളിനി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന മുനിയറകൾ. നോക്കുമ്പോഴല്ലോ ഈ ആനക്കോട്ടപ്പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴല്ലോ അല്ലെ ഗംഭീര കാഴ്ചയാണ്. കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും ഒക്കെ ഇവിടുന്ന് കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ തന്നെയാണ് മുനിയറയുടെ. അപ്പോൾ ആ മുനിയറയുടെ കാഴ്ച കൂടെ നമുക്ക് കാണാം. എന്നാൽ ഇവിടുത്തെ വ്യൂ പോയിന്റ്, അതായത് ദൂരക്കാഴ്ച പിന്നെ പൊളിയാണ്, പൊളി. നമുക്കിനകത്ത് കയറിയപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഭീകരത പോലെ തോന്നിക്കുന്നു കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഇതോട്ട് പച്ചാമരുന്നുകളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടായിട്ട് അറിയത്തുമില്ല. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിത് എന്താ ഇതിൻ്റെ കാഴ്ച നോക്കിയത്. പക്ഷെ നമുക്കിതൊരു 40 രൂപ ഉള്ള പോലും ഉണ്ടല്ലോ നമുക്കിനകത്ത് നിന്ന് കയറുമ്പോൾ. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പം നമ്മൾ നടക്കുന്നവരെല്ലാം മുനി അറകളുണ്ട് കേട്ടോ. നമുക്കറിയില്ല, പക്ഷെ അവിടെ പറഞ്ഞപ്പോൾ കണ്ടു. ഇപ്പം നമ്മൾ അടുത്ത ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് കണ്ടൽക്കാട് പോലെ തന്നെയാണ്. പക്ഷെ കാരണം കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇതുപോലെ മരങ്ങളായിട്ട് ഇരിക്കുന്നു. ഇത് എന്താ പറയുക, ഇതുപോലെ ഒരു വൈവ് ഇതിനകത്ത് കയറിയിട്ട്. കാരണം 40 രൂപ കൊടുത്താൽ നമുക്കിത് മുതലാകാനുള്ള ഉണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം കൊണ്ട് ഒരു മുനിയറയാണ്. പക്ഷേ ഇതിനടി നമുക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഇവരതങ്ങ് തെളിച്ച് വെച്ചിട്ടുമില്ല. പക്ഷേ നമുക്ക് ശരിക്കുള്ള മുനിയറയുടെ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോകാം കേട്ടോ. എന്താ വൈബ് മോനെ. മുനിയറയാണ്. പക്ഷേ ഇത് ഉണ്ടോ, ഇതിൻ്റെ ഈ കല്ല് നോക്കിയേ. ഈ കല്ല് എന്നാ കനത്തിലായി കല്ലിരിക്കുന്ന നോക്കി. പിന്നെ അത് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ എന്നാണ്ട് ഈ റീച്ചയൊക്കെ പറക്കുന്നുണ്ട്. അല്ല നമുക്ക് ഇറങ്ങി നോക്കാമായിരുന്നു. പക്ഷെ നമുക്ക് വെട്ടമില്ല മെയിനായിട്ട്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കുറച്ചും കൂടെ നമുക്ക് ഇറങ്ങി നടക്കാനുണ്ട് കേട്ടോ. എന്നാൽ സമയം ഏകദേശം 5 മണി അടുത്തായിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അറിയേണ്ട ഇറങ്ങി പോകണം. ഇവിടെ നിന്ന് കണ്ടൽക്കാടിന് ഉള്ളിൽ നിന്ന് വെള്ളിട്ടിറങ്ങി നമുക്ക് കാണുന്നുണ്ട് ഒരു വൈബ് ഉണ്ടോ. എന്താ അല്ലേ. ഇതിൻ്റെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് വേറെയാണ്. എവിടെ നോക്കിയാലും കണ്ടൽക്കാട് പോലെ ഇതാണ്ട് കേട്ടോ, മരങ്ങളാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും ആദ്യം ഓവറായിട്ട് വളരത്തുമില്ല. ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊരു ചെടിയൊക്കെ കണ്ടോ, ഇതിലൊക്കെ ഒത്തിരി പേരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പേര് നമ്മൾ വായിക്കുന്നില്ല. ഫസ്റ്റ് മുനിയറ. ഇതിനകത്തൊക്കെ ആൾക്കാർ കയറി ഇറങ്ങിയിട്ടാണ്. പക്ഷേ ഇതിനകത്തൊക്കെ എന്താ പറ്റില്ല, ഭയങ്കര സ്മെല്ലാണ്. പക്ഷെ നല്ല വലിപ്പമാണ് കേട്ടോ. ഈ കല്ലൊക്കെ ഇതിനുള്ളിൽ കയറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കേസാണ്. പക്ഷെ അന്നത്തെ പിന്നെ ആരോഗ്യവാനാണെന്ന് കൂട്ടിക്കണ്ടാൽ മതി. ഈ ഒരു മുനിയറയുടെ ടോപ്പിൽ ഈ കല്ല് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒരു എന്താ പറയുക, ഇത് നമുക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷെ എന്നാൽ പോലും ഇതിന് മുനിയറ കേട്ടോ. പക്ഷേ ഇതിവിടെ ഇങ്ങനെ പറഞ്ഞ് കേട്ടറിവോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അടക്കം ചെയ്തതെന്നും ഇവർ തപസ്സിരുന്നു ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ മുനിയറുകൾക്കൊക്കെ
ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഇപ്പോൾ അത് കാണിച്ച പോലെ തന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ പഴക്കങ്ങളുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ ഇനി 2-3 മുനിയറയുണ്ട്, അതും കൂടെ കാണാം നമുക്ക്. നമുക്കങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് വഴി പോകുമ്പോൾ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരക്കാഴ്ച ഭയങ്കര ഒരു വെള്ളച്ചാട്ടം, 2 വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമുക്കവിടെ പോകാൻ പറ്റില്ല. എന്നാലും വേണ്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ഞാൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കേട്ടോ. അതിൻ്റെ തൊട്ട് ഇപ്പുറം തന്നെ വേറൊരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇഷ്ടംപോലെ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. കാരണം കാന്തല്ലൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ല, പക്ഷെ ഇവിടെയൊക്കെ പറഞ്ഞാൽ നല്ല മഴയാണ്. ഇവിടുത്തെ ഒരു വൈബ് എന്താ പൊന്നു മോനെ. ഏകദേശം ഒരു 100 മീറ്ററും കൂടെ നമ്മൾ അക്കരെ കയറി ധാരാളം മുനിയറുകളുണ്ട് കേട്ടോ. ആ കാണുന്നതെല്ലാം മുനിയറുകളാണ് കേട്ടോ. നമുക്ക് കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് പോകാനുള്ള സമയമില്ല. ഇപ്പോൾ സമയം എന്നാണ്ട് 6 മണിയോളം ആറായി, ഇരുട്ടാറായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കുറച്ച് മുനിയറുകൾ കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ മുനിയറുകൾ. ഈ പ്രദേശങ്ങളൊക്കെ ഒത്തിരി ധാരാളം ഉണ്ട് മുനിയറുകൾ. ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഉണ്ട്, ധാരാളം ഉണ്ട് മുനിയറകൾ. ഇതൊക്കെ ഒരു ക്ലീൻ ചെയ്ത് ശരിക്കും നിന്ന് മനുഷ്യർക്ക് ഇത് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ വേണം. ഇവിടെ നല്ല ആൾ തിരക്കുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഇന്നതൊക്കെ ഭയങ്കര തിരക്ക് കുറവാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ തിരക്ക് കുറവ്, ബാക്കി എല്ലായിടത്തും തിരക്കുണ്ട്. ഇവിടെ ഒരു നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ്. പക്ഷേ ഇവിടെ ഈ മുനിയറകളുടെ ഭാഗങ്ങളൊന്നും ഒരു ക്ലീനിങ് അല്ല കേട്ടോ. എന്നാലും ഇവിടുന്ന് കാണുന്ന വായുവൊക്കെ ഒന്നും വേറെ ലെവലാണ്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റോറാണ്. അപ്പം ഇതിനകത്ത് വലിയ കളർ ഫോമായ ഒന്നും ഇല്ല. ശുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉള്ളത് തന്നെ. അങ്ങനെ മറയൂരിൻ്റെ കാഴ്ചയും സൗന്ദര്യവും നമ്മൾ നമ്മുടെ ക്യാമറയിലൂടെ നമ്മുടെ കണ്ണൂരിലൂടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇതിനൊരുക്കി റൈഡർ പ്രേം. അപ്പം ഇനിയും നല്ല മറയൂരിൻ്റെയും കാന്തല്ലൂരിൻ്റെയും മൂന്നാറിൻ്റെയും ഒരുപാട് കാഴ്ചകൾ ഇനി ഉടനെ തന്നെ ഉണ്ടാവും. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.